എന്നോട് ജാൻ ജോസ് എപ്പോഴും പറയും, നീ ജോലിയുള്ള ഒരു പെൺകുട്ടിയെ കെട്ടണം. കാരണം ഞാൻ ടീച്ചറിന്റെ മോളെ ടീച്ചറെ കിട്ടിയത്. അപ്പോൾ ഞാനും ആഗ്രഹമുണ്ട് ടീച്ചറോ നേഴ്സോ എല്ലാം കിട്ടും. ടീച്ചർ പോയിട്ട് ഭ്രാന്ത് പിടിച്ചതിനെ കിട്ടുന്നില്ല. ടീച്ചറിനെയൊക്കെ മോഹിക്കണമെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകണം. ആഗ്രഹമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചു. എനിക്ക് പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നു. ധ്യാനം എന്ന് പറഞ്ഞ അനിയൻ എങ്ങനെ ഉണ്ടായിരുന്നു? അനിയൻ ബെസ്റ്റ് അല്ലേ, അതുകൊണ്ടല്ലേ അവനെ ഇന്നലെ പ്രസ് മീറ്റിനോടൊന്ന് ഇറക്കിയത്. പ്രസ് മീറ്റ് ചെയ്തിട്ട് ധ്യാനം വീട്ടിൽ കാനഡയിലേക്ക് വിടും. പിന്നെ കണ്ടില്ലല്ലോ അനിയനെ. അല്ല, നമ്മളെ ആവശ്യത്തിന് ഇറക്കുള്ളൂ അവനെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടു. ഒരു പ്രൊഡ്യൂസറിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ്? സിനിമ സെറ്റിൽ ഒരു ക്ലാപ്പ് ബോർഡിന്റെ ആവശ്യം എന്താണ്? കാക്കയെ പറപ്പിക്കാൻ. സെറ്റിൽ ഒരു സംവിധായകന്റെ പ്രധാന ജോലി എന്താണ്? ഇന്റർവ്യൂ ഒക്കെ നല്ലതായിരുന്നു. ഈ പരിപാടി കൊള്ളുകയല്ലേ, വളരെ പോറായി. എനിക്ക് വിഷമം തോന്നരുത്, ഒന്നും ഇത് എന്റെ കോൺട്രിബ്യൂഷൻ അല്ലാട്ടോ. ഈ ഗെയിം അവനെ അങ്ങ് കൊന്നു കളഞ്ഞൊക്കെ. പക്ഷെ എന്താ ഈ പറഞ്ഞ് ചിലപ്പോൾ ഡയലോഗ് തെറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ദിലീപ് എന്നോട്, നിനക്ക് ഡയറക്ഷൻ തന്നെ മതിയാലും തോന്നുന്നുണ്ടോ യോണി? ഞാൻ തകർന്നു പോകും, ഒരു ദേഷ്യവും സങ്കടവും. അപ്പൊ ആളുടെ വിചാരിച്ചുള്ളൂ എന്നാണ്. പക്ഷെ ലെങ്ത്തും അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോ ഡയലോഗ്സുകളൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. വൈറ്റ് ഹോംസ് ഓഫ് പ്രസൻസ് ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് ഇപ്പോൾ തിയേറ്ററെല്ലാം നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് സെലിബ്രേഷൻ്റെ സന്തോഷം പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട അതിൻ്റെ ഡയറക്ടർ ബിന്റു, സിദ്ദിഖിക്ക, ദിലീപ് ഏട്ടൻ ആൻഡ് ജോണി ചേട്ടൻ. നമസ്കാരം. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുന്നത്. കാരണം സക്സസ് സെലിബ്രേഷൻ അല്ലേ, അയ്യോ ഇരട്ടി മധുരയൊക്കെയാണ്. അത് എല്ലാവരുടെ മുഖത്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ ബിന്ദു ചേട്ടൻ്റെ മുഖത്ത് മാത്രം എന്താ ഒരു സന്തോഷമില്ലാത്ത? ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു വ്യക്തിയാണ് ആളിങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് അതെ, ആദ്യത്തെ സിനിമ ഇത്രയും ജനങ്ങൾ ഏറ്റെടുത്തു, അതും ഒരു പ്രൊമോഷൻ പോലും ഇല്ലാണ്ട്. ഞങ്ങൾ എല്ലാവരും സക്സസ് സെലിബ്രേഷൻ ആഘോഷിക്കാനാണ് എത്തിയിരിക്കുന്നത്. ബിന്ദു എല്ലാ വികാരവും ഉള്ളിൽ ഒതുക്കുന്ന ആളാണ്. ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉള്ളിൽ ഒതുക്കുക. ഇപ്പൊ സന്തോഷം ഉള്ളിൽ ഒതുക്കും, എന്ത് ഉള്ളിൽ ഒതുക്കും. അപ്പൊ ഈ സമയത്ത് സന്തോഷം എല്ലാം പ്രകടിപ്പിക്കണം. അപ്പൊ ആദ്യം തന്നെ ബിന്ദു ചേട്ടന്റെ ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തില്? സത്യത്തിൽ വളരെ സന്തോഷം തന്നെയാണ്. ടെൻഷനൊക്കെ മാറി. പിന്നെ ഭയങ്കര ഈ പറഞ്ഞ പോലെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭയങ്കര സന്തോഷമാണ്. പ്രൊഡ്യൂസർ മുടക്കിയ പൈസ കിട്ടിയെന്ന് പറയുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ, തീർച്ചയായും വളരെയധികം സന്തോഷം. ആദ്യമായിട്ട് ചെയ്ത സിനിമ ജനങ്ങളെ ഏറ്റെടുത്ത് ഫാമിലി സിനിമ ചെയ്യാൻ പറ്റിയതിൽ, പിന്നെ ഇവരെല്ലാരും വെച്ച് അഭിനയിപ്പിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അതെ, പിന്നെ ദിലീപ് ഏട്ടന്റെ 150ാമത്തെ പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അല്ലേ? ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിരുന്നു. ഏറ്റവും കൂടുതൽ ഭയങ്കര ടെൻഷനും അതായിരുന്നു അല്ലേ? ഒരു ട്രിബ്യൂട്ട് ആണല്ലോ ദിലീപ് ഏട്ടനെ പോലെ ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ട് ആണല്ലോ. അപ്പൊ അതില് വളരെയധികം സന്തോഷം. പറയുമ്പോ തന്നെ ഭയങ്കര ഒരു പേടിയോ ഒരു ടെൻഷനും, ഭയങ്കര ഒരു പാവം ഒരു ഡയറക്ടർ. അങ്ങനെ ആ പാവത്തിന് കിട്ടിയ സമ്മാനമായത്. അതെ, പാവത്തിന് ആ നല്ല മനുഷ്യന് കിട്ടിയ സമ്മാനമായി. അടുത്തവിടെ ഉറപ്പിച്ചു. ദിലീപേട്ടന്റെ 150ാമത്തെ പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അത് ജനങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഇതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ദിലീപേട്ടന്റെ ഒരു സ്പീച്ച് ഭയങ്കര എന്റെയൊക്കെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞതാണ്, ഇനിയെങ്കിലും എൻ്റെ കൂടെ നിന്നുകൂടെ ഇതിൽ എന്ന് പറഞ്ഞത്. അത് ഭയങ്കര എന്താ പറയാ, ഞാൻ ദിലീപേട്ടൻ്റെ ഒരു ഫാൻ ഗേളാണ്. ദിലീപേട്ടൻ്റെ ഒരുപാട് പടങ്ങൾ കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. അത് എൻ്റെയും ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ഒരു ടച്ച് ചെയ്യിപ്പിച്ചു. എന്തോ ഒന്ന് തൊട്ടു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ. അപ്പം എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? വലിയ സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രേക്ഷകർ തന്ന വിജയമാണ്. നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. ഈ സിനിമയുടെ കുറച്ച് ഫ്ലെക്സുകൾ വന്നു. 1-2 ചാനലിൽ ഞാൻ പോയിട്ട് ഈ സിനിമ മെയ് 9-ന് ഉണ്ടെന്ന് പറഞ്ഞു സിനിമയെക്കുറിച്ച് ലളിതമായിട്ട് 1-2 വാക്കുകളിൽ ഒതുക്കി. അല്ലാണ്ട് സിനിമയുടെ ഒന്നും ഈ സിനിമയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇതിൽ ചിരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല.
പക്ഷെ പുറത്ത് വന്ന കണ്ടന്റിൽ നിന്ന് ഇതൊരു ഇമോഷണൽ കണക്റ്റഡ് ആയിട്ടൊരു മൂവിയാണ് എന്നാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. നോൺ ഷോ കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നൊരു പബ്ലിസിറ്റി ഉണ്ടല്ലോ. ഒരാൾ പടം കണ്ടു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടോ മറ്റുള്ളവരെ വിളിച്ച് പറയുകയും മെസ്സേജ് അയക്കുകയും ആളുകളെ കാണുമ്പോൾ പറയുകയും അതുപോലെ കൂട്ടത്തോടെ പതുക്കെ ഷോസിൻ്റെ ഇത് കൂടുക, ഫുൾ ഹൗസുകളാവുക, നൈറ്റ് ഷോസ് തന്നെ ഫസ്റ്റ് ഡേ തന്നെ നൈറ്റ് ഷോസുകൾ കൂടുക. അത് അത്രയും കാട്ടുതീ പോലെ പടരുക എന്ന് പറയുന്ന പോലെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമുക്ക് മൗത്ത് പബ്ലിസിറ്റിയിൽ കിട്ടിയ ഒരു ഫിലിം തന്നെയാണ്. സിദ്ദിഖിക്ക 150ാമത്തെ പടത്തിലും ദിലീപേട്ടന്റെ അച്ഛനായിട്ട്, 100ാം പടത്തിലും അച്ഛൻ, 150ാം പടത്തിലും അച്ഛൻ. നിങ്ങളുടെ ഒരു അച്ഛൻ മകൻ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്, ഭയങ്കര രസമാണ്. അതിപ്പോ കോമഡി നിങ്ങളുടെ സിങ്ക് ആയാലും നിങ്ങളുടെ ഒരു ഇമോഷണൽ സിങ്ക് ആയാലും ജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമാണ് നിങ്ങളുടെ ഒരു അച്ഛൻ മകൻ കോമ്പിനേഷൻ. അപ്പൊ എന്ത് തോന്നുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി പ്രിൻസിന്റെ അച്ഛനായിട്ട് 150ാമത്തെ പടത്തിരിക്കുമ്പോൾ? ഇനി 200ാമത്തെ പടത്തില് അച്ഛനും മോനുമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പൊ ആലോചിച്ചിരിക്കുന്നത്. പ്ലാൻ 200ാമത്തെ പടത്തില് ബ്രദേഴ്സ് ആയിട്ട് 200ാമത്തെ പടത്തിൽ ചിലപ്പോ ഞങ്ങൾ തിരിക്കും. ഞാൻ മോനും ദിലീപ് ഞാൻ ഇടയിൽ ഇന്ന് ചെയ്തതാ. കമ്മാര സംഭവത്തിൽ എൻ്റെ മോനായിരുന്നു. കമ്മാര സംഭവത്തിൽ എൻ്റെ മോനായിരുന്നു. ഓർമ്മയില്ലേ സിദ്ദിഖനെ? എൻ്റെ മോനായിരുന്നു. കമ്മാര സംഭവം സിനിമ കണ്ടാണോ? സിനിമ കണ്ടാണോ? അതെയോ? അതിൽ പ്രായമായ ആളുടെ മകനാരാ? ദിലീപ് അച്ഛനും ഞാൻ മോനുമാണ്. കമ്മാരന്റെ മകനാരാ? സിദ്ദിഖിക്കാണ്. അപ്പൊ എന്ത് ഉറങ്ങായിരുന്നു തിയേറ്ററില്? പോഷനായപ്പോഴേക്കും കാരണം തുമ്മുമ്പോ പോണ അത്ര സമയം ആയി പോയതല്ല, കൊറേ നേരം പടം ഫുള്ളുറങ്ങിയാ ഓക്കെ. ഞാൻ കണ്ടതാ, ഇറങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞില്ലേ? ഇല്ല, 6 മാസം. അല്ല പോ ഇല്ല. ആ പടം ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പൊ 6ാമത്തെ വർഷമാണ്. അമേരിക്കക്ക് പോകുന്നു. അതാ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു. അത് ഓർക്കട്ടെ, ഞാൻ ഇപ്പൊ ജനിച്ചിട്ടില്ല. പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടെന്ന് ഭാഗ്യം. അത് കണ്ടു. അല്ല, ഞാൻ ഈ കഥയുടെ കാര്യം പറഞ്ഞ അച്ഛനും മകനും തമ്മിലുള്ള പറഞ്ഞു. അത് തൽക്കാലം മാറ്റി വെക്കാം. പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് വരാം. അതൊരു സന്തോഷമുള്ള കാര്യമാണ് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുക. എപ്പോഴും ചെയ്ത് കഴിഞ്ഞ സിനിമകളെ കുറിച്ചല്ല നമ്മൾ കൂടുതൽ ആലോചിക്കുക. നമ്മളെപ്പോഴും ഇനിയും ചെയ്യാനുള്ള സിനിമകളെ പറ്റിയാണ് എപ്പോഴും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി 200ാമത്തെ പടം വരുമ്പോൾ അച്ഛനും മോനും വേണ്ടി വന്നാൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോഴേ ആലോചിച്ചുകൊണ്ടിരിക്കുക. മറ്റേ ധ്യാൻ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഓരോ ഡയലോഗ് തീർക്കും ഇനി എന്ത് കോമഡി ചേർക്കണം എന്നൊക്കെ പറഞ്ഞു. അനിയൻ പറഞ്ഞു കോമഡി മാത്രമല്ല, ഞങ്ങൾ ആ സീനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ഇപ്പോഴത്തെ ഒരു സംഭവത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ വരുന്നതിന് മുമ്പ് പണ്ട് നിങ്ങളുടെ ആരുടെ കയ്യിലായിരുന്നില്ല സിനിമ. പണ്ട് തിയേറ്ററിലെ പ്രൊജക്റ്റിൽ ഓടുന്ന സിനിമ, അതിൻ്റെ ഫിലിം ഒരാളുടെ കയ്യിൽ തൊടാൻ പറ്റില്ലായിരുന്നു. ഇന്ന് സിനിമ നമ്മൾ ഓരോ വ്യക്തിയുടെ കയ്യിലാണ് സിനിമ. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ കണ്ടന്റ് നിങ്ങൾക്ക് പോസ് ചെയ്ത് അതിലെ കുഴപ്പങ്ങൾ ഇങ്ങനെ ഇരുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റതിങ്ങനെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ, തൊടാൻ പോലും പറ്റില്ല. അപ്പോൾ അത്രയും ടെക്നോളജിയും വളർന്നു, അത്രയും സിനിമ എല്ലാ സാധാരണക്കാരുടെ കയ്യിലേക്കായ സമയത്ത് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്യും. അതിൽ തമാശ ഉണ്ടാവാം, സെൻറ്റിമെൻറ്റ്സ്, ചിലപ്പോൾ സെൻറ്റിമെൻ്റലായിട്ട് പറയുന്ന ഡയലോഗിൻ്റെ ഇടയിൽ കുഴപ്പമുണ്ടാവാം. നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ അയ്യോ ഇത് കല്ലടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് പറയുന്ന ഡയലോഗ്സിൻ്റെ ഇടയിൽ 2 ഇംഗ്ലീഷ് വേർഡ് വന്നാൽ തന്നെ അതിൻ്റെ ഇമോഷൻ മാറും അല്ലേ? മലയാളം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ ആൾക്കാർ ഇമോഷൻ പറയണമെന്നല്ല. അത് എന്നുവെച്ചാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും പറയും അല്ല ഇംഗ്ലീഷ് വേർഡ് ഒന്ന് മാറ്റിയേക്കാൻ പറയും. അത് നിയമമൊന്നുമല്ല, പക്ഷെ അങ്ങനെ തോന്നും ചില സമയത്ത്. അപ്പം ഏത് സീൻ എടുക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ സീൻ എടുത്ത് വെച്ച് ഞങ്ങളിങ്ങനെ വെറുതെ പറഞ്ഞു നോക്കും. ചിലപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കാം. ചിലപ്പോൾ പറയുമ്പോൾ ചില വേർഡ് കറക്റ്റ് ആകുമ്പോൾ അത് തന്നെ പറഞ്ഞാൽ മതിയിട്ടാ, കാരണം പെട്ടെന്നൊന്ന് നെഞ്ച് കൊണ്ടിട്ടാ എന്ന് പറയുന്നതാവുണ്ടല്ലോ. ധ്യാനം എന്ന് പറഞ്ഞ അനിയൻ എങ്ങനെ ഉണ്ടായിരുന്നു? അനിയൻ ബെസ്റ്റ് അല്ലേ?
അതുകൊണ്ടല്ലേ അവനെ ഇന്നലെ പ്രസ് മീറ്റിന് കൊണ്ടുവന്ന് ഇറക്കിയത്. നമ്മളത് ഉത്സവത്തിനുള്ള ആനയായിരുന്നു. പ്രസ് മീറ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കാനഡയിലേക്ക് വിടും. പിന്നെ കണ്ടില്ലല്ലോ അനിയനെ. അല്ല നമ്മളെ ആവശ്യത്തിന് ഇറക്കുള്ളൂ അവനെ. ആണോ? അവനെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും വിട്ടുതരില്ല. പണിയെടുത്ത് ജീവിക്കാൻ വന്നിട്ടുവാ. അല്ല ഞങ്ങളുടെയൊക്കെ സ്വത്താണ് ധ്യാൻ ചേട്ടൻ. അല്ല അതാ പറഞ്ഞ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കഴിഞ്ഞാലും അതിലും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടല്ലേ അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള സമയം. ഇന്നലെ എന്തായിരുന്നു ആവേശം? അതെ അച്ഛനെ കുറച്ചേരം കിട്ടിയില്ലേ? അതെ കുറച്ചേരം കിട്ടിയപ്പോ തന്നെ അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം എന്ന് പറഞ്ഞ മകൻ സിനിമയില്? അവനീ പറഞ്ഞ പോലെയാണ്. അവൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓളമാണ്. നമ്മളൊക്കെ പിന്നെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് വിനീതനും ധ്യാനം കണ്ടു. അപ്പോൾ അവരുടെ ഒരു വളർച്ച ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നും. പിന്നെ അവനിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും ഒക്കെ സന്തോഷം തന്നെയാണ്. സന്തോഷം തന്നെ. ആൻഡ് ജോണി ചേട്ടനും ദിലീപൻ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ നിങ്ങൾ നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് ഈ മൂവിയിലൂടെ കാണിക്കുന്നത്. ആൻഡ് പേഴ്സണലി ജോണി ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ദിലീപ് ഏട്ടൻ. ഏറ്റവും കൂടുതൽ മൂവീസ് വൺ ഓഫ് ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഏറ്റവും കൂടുതൽ ദിലീപ് ഏട്ടൻ്റെ മൂവീസ് ആണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി? പിന്നെ ദിലീപ് ഏട്ടൻ ദിലീപിന്റെ 3, മമ്മൂക്കയുടെ 4. മമ്മൂക്കയുടെ 4 ഉണ്ടല്ലോ. ടോട്ടലി 7. 10 സൈക്കിൾ ചെയ്തു. മാസ്റ്റേഴ്സ് ഓക്കെ. അപ്പൊ ദിലീപേട്ടന്റെ ഈ ഒരു 150ാമത്തെ പടം ഇങ്ങനത്തെ ഒരു നിങ്ങൾക്ക് ഒരു ഇമോഷണലി എന്താ പറയുക കണക്റ്റഡ് ആയിട്ടുള്ള ഓഫ് സ്ക്രീനിലായാലും ഇൻ സ്ക്രീനിലായാലും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റോളാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ KK എന്നുള്ള കഥാപാത്രം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നതിൻ്റെ സ്ക്രിപ്റ്റിങ്ങില് നമ്മളിപ്പോൾ എപ്പോഴും നായകൻ്റെ കൂടെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ വരും, മിക്കവാറും സിനിമകളിലുണ്ടാവും. അത് പണ്ട് പോലെയുള്ള തമാശ പറയാം, ഇങ്ങനെ അങ്ങനെ ഒരു ടേക്ക് ഓവർ ചെയ്യാൻ ഒരു വികാരം വിഷമങ്ങളായാലും എന്തായാലും. അപ്പം എനിക്ക് ഇപ്പോൾ ഷാരിസും ബിൻഡോയും ഇത് ഒരു ഫോം ചെയ്തപ്പോൾ KK ഇവരുടെ കാര്യങ്ങളെല്ലാം ഇടപെടുന്നുണ്ട്. അത് മണ്ടത്തിലായാലും ഞാൻ പറയുന്നത് ഇയാൾ കേട്ടാൽ മതി എന്നുള്ളൊരു ഭാവം എനിക്കുണ്ട്. എൻ്റെ എന്തോ സ്വന്തം സ്വത്തായിട്ട് ഞാൻ പ്രിൻസിനെ കാണുന്നുണ്ട്. നീ അങ്ങോട്ട് പോകണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ ഭയങ്കര ഓതൻറ്റിക്കായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പ്രിൻസ് അത് കേൾക്കുന്നുമുണ്ട്. ഒരു പരിധിവരെ എനിക്ക് പലതും വിട്ടു തരുന്നുണ്ട്. പക്ഷേ എവിടേക്കോ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി അത് പിന്നെ സിനിമയുടെ പ്രവർത്തനം. എന്നോട് സിദ്ധിക്കേട്ടൻ പറഞ്ഞു, ഞാൻ സിദ്ധിക്കേട്ടാണ് ഈ പടത്തിൽ കോമ്പിനേഷൻ ഇല്ല. എന്നോട് സിദ്ധിക്കേട്ടൻ അത് കഴിഞ്ഞിട്ട് ദിവസം പറഞ്ഞു, ഞാൻ പക്ഷെ നിന്നെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നിന്റെ KK ഉണ്ടല്ലോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ്. അപ്പൊ എന്നോട് പറഞ്ഞു, അത് സിദ്ധിക്കേട്ടൻ പിന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നമ്മളതിന് കോമ്പിനേഷൻ ഇല്ല, നിന്നെ പറ്റി ഞാൻ പരാമർശിച്ചിട്ടുണ്ടോ. അതായത് നമ്മുടെ അറിയാം, വീട്ടുകാർക്ക് അറിയാം, അവൻ KK അവന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകാരൻ. പയ്യെ നിൽക്കണോ പോകണമെന്ന് ചോദിക്കുന്നത്. അതെ ഡയലോഗ് ഇത്രേ ഉള്ളൂ, ഇന്ന ആളൂടെ പോണെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ ഉള്ളത് ഡയലോഗ് അങ്ങനെയല്ലാന്ന് പറഞ്ഞു, കട്ട് പറഞ്ഞു ഡയലോഗ് എന്താന്ന് പറഞ്ഞു. പിന്നെ അത് നമുക്ക് ദിലീപായിട്ട് ചെയ്യുമ്പോൾ ദിലീപൻ്റെ സുഹൃത്ത് തന്നെയാണ്. ഇപ്പം എന്നോട് പലരും ചോദിച്ചായിരുന്നു, പിന്നെ സ്പെഷ്യലായിട്ട് വല്ലതും തോന്നിയോ ദിലീപുമായിട്ട് ചെയ്യും. എല്ലാവരുമായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് അഭിനയിക്കാറുള്ളത്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങി, എനിക്ക് ദിലീപിനെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അത് എനിക്കറിയില്ല അത് അങ്ങനെ ഒരു വലിയ പരിപാടികൾ നടന്നതെന്ന് അറിയില്ല. എങ്കിലും എനിക്ക് ഏറ്റവും വലിയ തമാശ, ചിലപ്പോൾ ദിലീപ് ആയതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ദിലീപായിട്ട്. പക്ഷേ എന്താ പറയുക, ഈ പറഞ്ഞ് ചിലപ്പോൾ ആ ഡയലോഗ് തെറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ദിലീപ് എന്നോട്, നിനക്ക് ഡയറക്ഷൻ തന്നെ മതിയായിരുന്നു തോന്നുന്നുണ്ടോ ജോണി? ഞാൻ തകർന്നു പോകും, ഒരു ദേഷ്യവും സങ്കടവും, ഡയലോഗും കിട്ടുന്നില്ല, അതിനിടയ്ക്ക് കേരള ഒരു തോണ്ടും. ഞാൻ പിന്നെ എങ്ങനെയല്ല ഒരിക്കലും ഞാൻ ചൂടാകൊക്കെ ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാല് ഡയറക്ടറായി നിൽക്കുമ്പോൾ നമ്മളങ്ങോട്ട് വരട്ടെ എന്താണത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത് നിസ്സാര പണിയാന്ന് വിചാരിച്ചിട്ടേ അത് കഴിഞ്ഞ് ആ സ്ഥലത്തേക്ക് വന്നപ്പോഴാണ് മറ്റേത് ഇടയിൽ ഗസ്റ്റ് സാധനമൊക്കെ ചെയ്യുമല്ലോ, എല്ലാ പടത്തിനും കൊച്ചു കൊച്ചു സാധനങ്ങൾ ചെയ്യും. അപ്പൊ ആളുടെ വിചാരം ഇത്രേ ഉള്ളൂ എന്നാണ്. പക്ഷെ ലെങ്ത്തും അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഡയലോഗ്സുകളൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുമ്പോൾ വന്ന് അങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ജോണി ഡയറക്ഷൻ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഒരു ദിവസം ബിൻഡോ വന്നിട്ട് അത് ഇങ്ങനെയാണ്, അത് അത് നമ്മൾ കൺട്രോൾ ചെയ്യണം, അതിങ്ങനെ ചെയ്തിട്ട് അപ്പൊ ആ ഒരു ഫീലാണ് നമുക്ക്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അടുത്തേക്കുണ്ട് ഡയറക്ടറുടെ പോയിരുന്ന ഞാൻ ഇവനോട് ചോദിച്ചു, നിനക്ക് പറ്റുമോ ജോഡി? അല്ല ഞാനേ അപ്പൊ ഈ ഡയലോഗിന് പറഞ്ഞപ്പോ ഒരു ഫുൾ ലെങ്ത് ഡയലോഗ് ദിലീപിനോട് കോഡോറി എന്ന് പറയുന്നുണ്ട്. അത് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. അവിടെ നിന്നവരൊക്കെ അത്യാവശ്യം കൈയൊക്കെ അടിച്ചു. ഇപ്പൊ ഞാൻ ദിലീപിനെ ഒന്ന് നോക്കി. അപ്പൊ ദിലീപ് അപ്പോഴും പഠിച്ചല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വേറൊരു ബിജുമേനനെ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, മേനനെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവൻ എനിക്കിട്ട് ഇതുപോലെ ആയിരുന്നു. ഇതേപോലെ തന്നെ മേരിക്കൊണ്ടിരുന്നാണ് ഇവിടെ നടക്കുന്ന സമയത്ത് ഷാഫി വന്നിട്ട് ഇതുപോലെ കുറെ സാധനങ്ങൾ ഒരേ സമയത്ത് മൂത്ത് വരണം.
അത് ഇങ്ങനെ ആയിരിക്കണം, അത് മൃഗീയമായിട്ട് തോന്നണം, അതിൻ്റെ സന്തോഷവും അതിനകത്തൊക്കെ പറയുമ്പോൾ ഞാൻ ഷാഫിയോട് പറഞ്ഞ ബിജു നിനക്ക് പറ്റൂടാ പുറപ്പാട്ടി. ജോണി അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ സിനിമ ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ ജോണീൻ്റെ അടുത്ത് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ചേട്ടാ ഇപ്പോഴാണ് എനിക്ക് ആക്ടേഴ്സിനോടൊക്കെ ഒരു ബഹുമാനം. അവിടെ നിന്ന് മാറി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പകപ്പ് അത് വേറെ തന്നെ കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവില്ല. ഒരു ദിവസം നമ്മൾ വാറാലാവ് ചെയ്യുന്ന സമയത്തേ പ്രൊഫസാർ വന്നിട്ടുള്ള അന്നത്തെ ദിവസം ലൊക്കേഷനിൽ. അപ്പോൾ സാറും ഞാനൊക്കെ കോംബോ ഉണ്ട് ആ ഷോട്ടിൽ കോമ്പിനേഷൻ ചെയ്തോണ്ട്. അപ്പോൾ സാറിന് മുമ്പിൽ ക്ലാപ്പ് വെച്ചു, റിഹേഴ്സൽ കഴിഞ്ഞു, ക്ലാപ്പ് വെച്ചോടനെ പഠിച്ചോണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പ്രൊഫസാർ ആലോചിക്കണം, നമ്മൾ ജനിക്കണേന് മുമ്പോട്ട് സിനിമയിൽ വന്ന് ഹീറോ ആയിട്ട് അഭിനയിക്കലാണ്. സാറിൻ്റെ അടുത്ത് ഞാൻ സാർ ஆக்ட் பண்ணும்போது கேமரா பக்கம் கூடாது சார் 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 கட் 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 என்ன சார் இவரு അവര് പുള്ളിയുടെ ഡയലോഗും പോയി എല്ലാം പോയി. ക്യാമറ നോക്കരുത്, അഭിനയിക്കുമ്പോ ക്യാമറ നോക്കരുത് പറഞ്ഞ പുള്ളി യാരവേ അത്രയും നേരം പഠിച്ചു വെച്ചത് എല്ലാം പോയി. പ്രൊഫസർ ചിരിച്ച് അന്ന് തുടങ്ങി നമ്മളെ വലിയ കാര്യമാണ്. ഇപ്പൊ എല്ലായിടത്തും പറയും. ഓക്കെ, അപ്പൊ ദിലീപേട്ടന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ടെൻഷനൊക്കെ പാവം നമ്മുടെ ഇടയിലെ തമാശകളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ അത് ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ സിനിമ നമ്മൾ വിജയിക്കണം, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഇപ്പൊ വിജയിച്ചതിന് ശേഷം സന്തോഷത്തോടെ ഇരിക്കും, നമ്മളൊരു സന്തോഷം, മനസ്സിൽ സമാധാനമായി. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ബിൻഡോയുടെ ആദ്യത്തെ സിനിമ, ദിലീപിൻ്റെ 150, ഇത് എന്തോ ഒരു നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു, എനിക്കൊരു എല്ലാ സിനിമകളും ഓടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ ഒരു എക്സ്ട്രാ എനർജി, എക്സ്ട്രാ ആഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മുഴുവൻ ഞാൻ പറയുന്നത് എല്ലാവരും ഒരേപോലെ ആഗ്രഹിച്ചു. അതിന് പ്രേക്ഷകർ പോലും അതുപോലെ സപ്പോർട്ട് ചെയ്തു. അത്ര സപ്പോർട്ട് ചെയ്തു പ്രേക്ഷകർ. എന്നോട് എപ്പോഴും ജോർജിനും പറയും, നിന്റെ സിനിമയാണ് എന്തായാലും ഓടണം, ദിലീപിന്റെ വിജയിക്കണം പറഞ്ഞിങ്ങനെ എപ്പോഴും മറ്റേ ഇത് പറഞ്ഞ പോലെ പറഞ്ഞോണ്ടിരിക്കും. അതാണ് ജോർജിന് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമാണ് ദിലീപേട്ടനോട്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം പറയുമ്പോൾ പറയാം, എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ പടം ഫസ്റ്റ് കോപ്പിയായി, അന്ന് ഫസ്റ്റ് കോപ്പി എന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്കൊരു കോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ, ജോണിയാ ഞാൻ ഇന്നസെൻ്റ് പറയട്ടെ മനസ്സിലായി, എങ്ങുണ്ട് നിൻ്റെ പടം? ഞാൻ ചേട്ടാ നന്നായിട്ടുണ്ടോ, ഒരുവിധം വിശ്വാസമുണ്ട്, ആ പടം ഓടണം, അയാൾ ഇവിടെ ഉണ്ടാവണം. ഏതാ ഒരപ്പൻ, ഞാൻ ഇതിനോട് പറഞ്ഞു ദിലീപിൻ്റെ അപ്പം വിളിച്ച് കേട്ടോ, എൻ്റെ അച്ഛനോ? ഞാൻ പറഞ്ഞു അല്ല, മറ്റേ സിനിമയിലെ അച്ഛൻ. ഇന്നസെൻ്റ് ഏട്ടനോട് പറഞ്ഞതാ, അയാൾ ഇവിടെ ഉണ്ടാവണം, ആ ടോണിൽ. ഇപ്പോഴും പറഞ്ഞു, ഓർക്കുമ്പോൾ ഏതാണ്ട് പറയും. അപ്പം എന്ന് പറഞ്ഞ പോലെ ദിലീപ് ഇവിടെ ഉണ്ടാവണം. അതുണ്ടാവും, ഞങ്ങളുടെ ദിലീപേട്ടൻ പിന്നെ എവിടെ പോവാനാ, അതേ ഇരിക്കുന്നു. വൈകാരിക തന്നെയാണ് സിനിമയുടെ സക്സസ്. അതെ, പിന്നെ ദിലീപേട്ടൻ പറഞ്ഞു ബിൻഡോ ചേട്ടന്റെ ചെറിയ ജീവിതത്തിൽ നിന്ന് കുറച്ചൊക്കെ പകർത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. സത്യമാണോ? ഞങ്ങള് ഇമാജിനേഷൻ ചെയ്തുണ്ടാക്കിയ ഇമാജിനേഷൻ ആണോ? ആണോ ദിലീപേട്ട? സിനിമയുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പ്രിൻസിന്റെ കഥ എൻ്റെ അടുത്ത് ഒന്ന് പറയുമ്പോൾ അത് ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടാ ഇത് എൻ്റെ ഒരു കഥ. ബിൻഡോന്റെ കഥയാണോ? അതെ, എൻ്റെ പേഴ്സണൽ, എൻ്റെ ആത്മകഥ. ഓ അതെയാ? അപ്പൊ എനിക്ക് ജിജ്ഞാസ കൂടി. എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, വേറെ ആളുടെ കാര്യം അറിയാനാണല്ലോ ജിജ്ഞാസ കൂടുക. അപ്പൊ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താഴെ 2 അനിയന്മാര്, അത് കഴിഞ്ഞിട്ട് ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ, അതിനുള്ള കാര്യങ്ങളായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൂടുതൽ ആളോട് സഹതാപവും, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ മനസ്സിലുള്ളത്. അപ്പം ഇയാള് മറ്റേ ഒരു എന്താ പറയണത്, പെൺകുട്ടികളെ സാരി ഡ്രൈപ്പിംഗ് ഇത് ചെയ്യുന്ന ഒരാളാണ്. ഇയാൾക്കൊരു ബിട്ടിക് ഇതുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പുള്ളിയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പുള്ളി പറയുമ്പോൾ ഞാൻ അതിൽ അത്ര ഇൻവോൾവ് ആയിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ എങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് അനിയന്മാരെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി. അവർക്ക് ഈ കഥ അറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാനത് അറിഞ്ഞു വിട്ടു വെച്ചില്ല. കാരണം അവർക്ക് പണി കൊടുത്തോണ്ടാണ് ഇത് പുള്ളി ചെയ്തുകൊണ്ടിരിക്കണേന്ന് അവരറിയാൻ പാടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത് കേട്ടത്. പെട്ടെന്ന് പുള്ളിക്ക് ഒരു പെൺകുട്ടി ഒത്തു വന്നു, പുള്ളി കല്യാണത്തിന്റെ കാര്യങ്ങളായി, എല്ലാം ചെയ്തു. പിന്നെ എന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഒക്ടോബർ മാസത്തിൽ എന്താ 37 31 27 30 കൂടി കൂട്ടി എൻഗേജ്. ഓക്കെ, അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് മറ്റേ ഞാനൊരു ഇതിൽ പറഞ്ഞാട്ടാ, അത് എൻ്റെ സ്വന്തം കഥയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ, കാരണം ആ പെൺകുട്ടി അറിയരുത് ഇതിനകത്ത് നടന്ന. അപ്പൊ എനിക്ക് അതിൽ സംശയമായി. ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ബിഗിനിങ് പോർഷൻ ഇല്ലേ,
ഏത് മമ്മി ആ മമ്മിയൊക്കെ ആദ്യമേ "എടാ, ആണോ ചോദിക്കാൻ വരുമായിരുന്നു." പറ്റിയോ എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതെ, അതെ. ആത്മഹത്യയിൽ അതൊക്കെ വന്ന് കയറാലോ. അതെ 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 അങ്ങനെ ശരിക്കും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. സത്യം പറ, ഇനി പറഞ്ഞോ, കുഴപ്പമില്ല. അതല്ല അതൊക്കെ നമ്മളിപ്പോ ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു. അല്ലല്ല, നമ്മള് 3 പ്രദേശം എന്നുള്ളത് കറക്റ്റ് ആണ്. പിന്നെ ഞാനാണ് ലാസ്റ്റ് കല്യാണം കഴിച്ചത്. അങ്ങനെ അതൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഓക്കെ. തുടങ്ങിയത്. പിന്നെ ഞാൻ BSc ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്. അപ്പൊ ഇയാൾക്ക് ജോലി ഫാഷൻ ഡിസൈൻ പൊട്ടിക്ക് അങ്ങനെ ഇത് കണക്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഒരുപാട് പെണ്ണ് കാണാനൊക്കെ ഇങ്ങനെ പോയി. ഇങ്ങനെ ഇപ്പൊ ദിലീപേട്ടന്റെ ആ ക്യാരക്ടറിൽ അങ്ങനെയാണല്ലോ, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് അതൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ ഘട്ടഘട്ടമായി ഉണ്ടാക്കിയെടുത്താണ്. ഘട്ടം ഘട്ടം. പെണ്ണ് കിട്ടൂല, അതാണ് സത്യാവസ്ഥ. അപ്പൊ അങ്ങനെ പറയരുത്. ബിൻഡോ നമ്മുടെ സാമ്യം ഉണ്ടെന്ന് പറയാൻ കാരണം ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നല്ല ഭയങ്കര ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ്. ഞാൻ തീരുമാനിച്ചു ഇനി ഡയറക്റ്റ് ചെയ്തിട്ടേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു, പ്ലാൻ ചെയ്തു. എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ നടക്കുകയായിരുന്നു. കാരണം ദിലീപിന്റെ ഡേറ്റ് ചോദിച്ചാൽ നടക്കുന്നത്. ചിലപ്പോൾ ഞാൻ ജരാനരയൊക്കെ ബാധിച്ച് അയ്യോ എന്ന് വെക്കുമ്പോഴേ ചിലപ്പോൾ ഡേറ്റ് കിട്ടുള്ളൂ. അപ്പൊ ദിലീപ് പറഞ്ഞു നീ 3 പടത്തിന് ഡേറ്റ് തന്നെ ഇവന് പറയണം കേട്ടോ, കെട്ടിക്കോടാന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് ഒരു ചിലപ്പോൾ അവരുടെ ഭാഗ്യം കൂടെ ഉണ്ടായാലോ, എല്ലാം കെട്ടി, പടവും കിട്ടി, വിജയിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ബിൻഡോ ഒരു വരുന്നത്. ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? നല്ലൊരു കുട്ടി. ഞാൻ പറഞ്ഞല്ലേ അന്ന് പ്രാർത്ഥന ഉണ്ടാവും. എല്ലാം അങ്ങനെ സംഭവിച്ചാണ്. ഞാൻ ചെയ്തിട്ട് തന്നെ അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കല്യാണം പോലെ ആലോചിക്കില്ലായിരുന്നു നമ്മള്. അപ്പൊ അതുകൊണ്ട് അധികം പെണ്ണൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം കറക്റ്റ് ഇങ്ങനെ സംഭവിച്ചാണ്. ഓക്കെ. അപ്പൊ ഡയറക്റ്റ് ആയപ്പോ ദിലീപേട്ടന്റെ ഐശ്വര്യം കൊണ്ട് കല്യാണവും കഴിഞ്ഞു, ഇപ്പൊ ഹാപ്പി ആയി. എൻ്റെ അറിവിൽ അങ്ങനെ കല്യാണം കഴിച്ച ഇപ്പൊ രണ്ടാമത്തെ ഡയറക്ടർ അരുൺ ഗോപി ആയിരുന്നു. അങ്ങനെയാണ് രാമലീല ഉണ്ടായത്. ഒരു കല്യാണം കഴിക്കണം, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം ഇപ്പൊ കല്യാണം കഴിച്ചില്ല, ആ കല്യാണം നടക്കൂല. പക്ഷെ അവരുടെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും ആവാണ്ട് ചെല്ലാൻ പറ്റൂല. അങ്ങനെ പെട്ടെന്ന് ഇടയിൽ ചെയ്തു. അപ്പോഴേക്കും കഥ കറക്റ്റായിട്ട് സച്ചി എഴുതി കഴിഞ്ഞു. സച്ചിൻ വിചാരിച്ചില്ല ആ കഥ പെട്ടെന്ന് നടക്കുമെന്ന്. പക്ഷെ ഈ ഒരു മാറ്റർ ഇവൻ വന്ന് സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരാളുടെ ലൈഫല്ലേ, അതൊരു ഫാമിലിയിലേക്കല്ലേ, അങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് അപ്പൊ അങ്ങനെ പെട്ടെന്ന് രാമലീല. അപ്പൊ ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജോണി, അരുണ്, കുറെ ഉണ്ടാവും. അല്ല സത്യം പറയാം, ഈ അസോസിയേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ പെണ്ണിന്റെ അപ്പന്മാർക്ക് അറിയത്തില്ല എന്താ സംഭവം എന്നറിയില്ല. ഇവർക്ക് ആ പടരുന്ന പ്രൊഡ്യൂസർ, പിന്നെ റെപ്രസെന്റേറ്റീവ്, ഡയറക്ടർ തമ്മിൽ അങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. ഞങ്ങളുടെ ഏരിയയിലുള്ള ആ കാലഘട്ടത്തിലൊക്കെ വലിയ പാടാ. പ്രൊഡ്യൂസറും റെപ്രസെന്റേറ്റീവും ഫിലിം റെപ്രസെന്റേറ്റീവ് എന്ത് അതാ എന്താ അങ്ങനെ നമ്മളുടെ കോൺഫിഡൻസ് പോകും. പക്ഷെ പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ അവർക്കും പറയാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഗ്യാരണ്ടി ഉള്ള ജോലിയാണ് ഇത്. എന്നാൽ ഇവർക്കറിയില്ല ഡയറക്ടറിലും ഗ്യാരണ്ടി ഉള്ള ജോലി അസോസിയേറ്റ് ഡയറക്ടർ. എന്തെങ്കിലും ഒരു 3-4 പടം കിട്ടുമെങ്കിലും ചെയ്യും. ഒരു പടം ചെയ്തങ്ങനെ നല്ല പൈസ അല്ലേ? ഒരു പടം ചെയ്തങ്ങനെ അന്ന് വലുതായിട്ടില്ലായിരുന്നു. സേഫായി ജോലി അതാ. ചീഫ് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴായിരുന്നു. അന്നേരം നമ്മൾ ആലോചിക്കണം, അന്നേരം കിട്ടുന്നില്ല. കാരണം അത് കറക്റ്റ് പൈസ കിട്ടും, വേറെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. പിന്നെ ബിൻഡോ ഒരു ഭാഗ്യം, ബിൻഡോയ്ക്ക് ജോലിയുള്ള കുട്ടിയെ കിട്ടിയേക്കണേ. നമുക്ക് വിളിച്ചത് ആദ്യം ചോദിച്ചാൽ ഭാര്യക്ക് ജോലി ഉണ്ടോ? ഉണ്ട്. ഡയറക്ടർമാരെ ഭാര്യക്ക് ജോലി നിർബന്ധമായിട്ടും വേണം. എന്നോട് കേട്ടോ ദിലീപേ, നമ്മൾ കല്യാണം തുടങ്ങുമ്പോൾ എന്നോട് ലാൽ ജോസ് എപ്പോഴും പറയും നീ ജോലിയുള്ള ഒരു പെൺകുട്ടിയെ കെട്ടണം. കാരണം ലാൽ ടീച്ചറിന്റെ മോളെ ടീച്ചറെ കിട്ടിയത്. അപ്പോൾ ഞാനും ആഗ്രഹമുണ്ട് ടീച്ചറോ നേഴ്സോ എല്ലാം കിട്ടും. ടീച്ചർ പോയിട്ട് ഭ്രാന്ത് പിടിച്ചതിനെ കിട്ടുന്നില്ല. അല്ല നമ്മള് അത് മാത്രമല്ല അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ജോലി കൊണ്ടൊന്നും ഒരാളെ കിട്ടാൻ പോകുന്നത്. ടീച്ചറിനെയൊക്കെ മോഹിക്കണമെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകണം. അതെങ്കിലും ആ ക്വാളിറ്റി എങ്കിലും ഒരു ടീച്ചർ എന്നുള്ള സ്വപ്നം അത് ഇപ്പോഴും. പക്ഷേ ഒരു എന്തെങ്കിലും നടന്നല്ലേ പോട്ടെ. അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ, ഇങ്ങനെ ജോലിയുള്ള പെണ്ണിനെ കിട്ടണം എന്നൊക്കെ? അറിയില്ലായിരുന്നു കേട്ടോ. ആഗ്രഹമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചു. ആഗ്രഹം വരുന്നതിന് മുന്നേ വീട്ടുകാർ തന്നെ അല്ലേ? സിനിമയിൽ വരുന്നതും കല്യാണം കഴിക്കുന്നതൊക്കെ ഏതാണ്ട് ഒപ്പം ന്യൂഡൽഹിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു. എനിക്ക് പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ പടത്തിലില്ലേ വേറൊരു കാര്യം, ദിലീപേട്ടന്റെ സാരി ഉടുപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര അടിപൊളി വശമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിനു മുന്നേ ശൃംഗാരവേലയിലാണ് ഭയങ്കര രസമായിട്ട് സാരി ഡ്രേപ്പ് ചെയ്തോടുക. അതുപോലെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലും ഒരു അടിപൊളി ഒരു സാരി ഡ്രേപ്പിംഗ് കാണുന്നുണ്ട്. സാരി ഉടുപ്പിക്കാൻ ഇപ്പൊ നല്ലോണം അറിയോ? അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രം എന്ത് ചെയ്യണം എന്ന് ആഗ്രഹം അതിനെ പഠിക്കുക. പിന്നെ ഇപ്പോൾ നമുക്കത് പഠിപ്പിച്ചു തരാനൊക്കെ ആൾക്കാർ വരുമ്പോൾ അത് നമ്മൾ സിൻസിയറായിട്ട്
ഇതാവുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ആരോടും പറയണ്ട. ഇപ്പൊ വീട്ടിലെ സാരി ഉടുക്കുന്ന ഇപ്പൊ പറയോ ആണെങ്കിലും നമ്മൾ പതുക്കെ പോയിട്ട് സാരിയൊക്കെ പോയി നോക്കുമ്പോൾ പഠിച്ച ഇത് ശരിക്കും. ഇപ്പൊ കാവ്യാണെങ്കിലും മീനൂട്ടിയൊക്കെ ആണെങ്കിലും സാരിയെ കൊടുത്ത് പറയും ഇതൊന്ന് കറക്റ്റ് ചെയ്തേ, ഇത് ഇങ്ങനെ ആക്ക്. എവിടെ എനിക്ക് ഇവര് പറഞ്ഞു തന്ന കുറച്ച് അറിവുകൾ എന്നിൽ ഇപ്പൊ കിടപ്പുണ്ടല്ലോ. അതിപ്പോ പെങ്ങളാണ് ആരെങ്കിലും എനിക്കൊന്ന് മര്യാദക്ക് ഇതാക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തോ ഞാൻ ഇതിന്റെ മെയിൻ ആളെ മാതിരിയൊക്കെ. അല്ല മീനാക്ഷിക്ക് ഇങ്ങനെ ആദ്യം ഉടുക്കാൻ അറിയില്ലായിരുന്നു സാരി മുറിച്ചില്ല ദിലീപ് ഏട്ടന്. അതാ പറഞ്ഞത്, ഇതുപോലുള്ള അറിവുകൾ ഇപ്പൊ ശൃംഗാരവേലന് ജോസന്റെ പടത്തിന് ചെയ്യുന്ന സമയത്തും ശരിക്കും പറഞ്ഞ അന്ന് അതിനകത്ത് ഈ വേദികനെ അതിന്റെ മെയിൻ ഒരു എലിമെന്റിലൊന്നാണല്ലോ അത് അല്ലേ, സാരി കൊണ്ട് പോകുന്നതാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ദിലീപേട്ടൻ അത് ശ്രദ്ധിച്ച് നിന്ന് പഠിച്ച് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ്. ആണല്ലേ, ഓക്കെ. ഇതിലില്ലേ ഏറ്റവും കൂടുതൽ ഇപ്പം മെയിൻലി സോഷ്യൽ മീഡിയ ഒരു മൂവി ആണല്ലോ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയെ കൊണ്ടുണ്ടാവുന്ന നെഗറ്റീവും പോസിറ്റീവും അറ്റ് ദ സെയിം ടൈം എല്ലാം കാണിക്കുന്ന ഒരു മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരുപാട് പേർക്ക് പിന്നെ ഒരു ഹൃദയം തകർന്നത് ദിലീപേട്ടൻ ആ ഗോൾഡൻ ബട്ടൺ എടുത്ത് എറിയണ ഒരു സീൻ ഉണ്ടല്ലോ ആ ഒരു. അപ്പോൾ ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അവർക്കൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് ചെറിയൊരു നെഞ്ചിനൊരു ചെറിയൊരു വേദന വന്നു എന്ന്. അല്ല വേദന തോന്നിയില്ല, അത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബേഴ്സിന് ഫീൽ ചെയ്യല്ല. അത് എത്രത്തോളം വേദനിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് എത്രത്തോളം ഒരു യൂട്യൂബർക്ക് വാല്യുബിൾ ആണെന്നുള്ളതുണ്ട്. ഒരടി അവൾ അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പക്ഷെ അത്രയും വാല്യുബിൾ ആയ ഒരു സാധനം എടുത്ത് ഉടയ്ക്കുക എന്ന് പറഞ്ഞത് അത് പെർട്ടിക്കുലർ ക്യാരക്ടറിനോട് ചെയ്തതാണ്. അല്ലാണ്ട് യൂട്യൂബ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടോ അല്ലെങ്കിൽ ആ ഒരു ആപ്പിനോടോ ആ ഒരു പ്ലാറ്റ്ഫോമിനോടോ യാതൊരുവിധ ദേഷ്യവോ ഒന്നുമില്ല. കാരണം നമ്മളെല്ലാം യൂട്യൂബിലൂടെ തന്നെയാണ് ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്ര യൂസ് ചെയ്യുന്നൊരു മാധ്യമമാണത് ശരിക്കും അല്ലേ. അതിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഇത് തന്നെ ഞങ്ങളും കൊടുക്കുന്നുണ്ട്. ഞങ്ങളും ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ മറ്റേ പ്രൊഡക്ഷൻ ചാനൽസ് എല്ലാം യൂട്യൂബിലൂടെ തന്നെയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞങ്ങൾക്കൊക്കെ ഇതാണ്. പക്ഷേ ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഈ സിനിമയിൽ ആ കഥാപാത്രത്തിന് ഒരടി അടിച്ചാൽ ചിലർക്ക് അവൾക്ക് നോവില്ല. പക്ഷെ ഇതോടുകൂടി അവൾ തളർന്ന് തവളോടിയായി പോവാന്ന് പറയില്ലേ, അത് എത്രത്തോളം വാല്യുബിൾ ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് റൈറ്ററും ഡയറക്ടറും അത് നമ്മൾ ചില കാര്യം പറയില്ലേ, ഈ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മനഃപൂർവ്വമല്ലോ ചവിട്ടുകയെന്ന് പറയാം. പക്ഷെ ചവിട്ട് അത് കഴിഞ്ഞിട്ട് തല തൊട്ട് കയറിയിലൊക്കെയാന്ന് പറഞ്ഞല്ലേ, നമ്മളും സോറി എന്ന് പറഞ്ഞ മനസ്സിലാ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴാണ് ആ ഒരു ഇമ്പാക്ട് പ്രേക്ഷകർക്കും ഇമ്പാക്ട് വന്നില്ലേ. ശരിക്കും പക്ഷെ വലിയ സന്തോഷം അത് എടുത്തു വെച്ച് അതൊരു ഇഷ്യൂ ആക്കി സിനിമയ്ക്ക് എതിരായിട്ട് സംസാരിക്കാൻ വന്നില്ല. കാരണം അവർക്കൊക്കെ ആ സിനിമ ഇഷ്ടാവുകയും ശരിയല്ലേ ഞങ്ങളും ശ്രദ്ധിക്കണ്ടേ എന്ന് പറയുന്ന കാര്യമാണ് പല ആൾക്കാരും നമ്മളോട് പറഞ്ഞത്. ഞങ്ങളുടെ നേരെ നിങ്ങളൊന്നൊരു കണ്ണാടി പിടിച്ചു. ഇത് യൂത്ത് എല്ലാം കാണേണ്ട സിനിമയാണ്. നമ്മൾ എന്താണ് ആരോട് എന്താ ചെയ്യണേ നമ്മൾ അറിയണം. അതുപോലെ തന്നെ സിദ്ദിഖിക്ക് ഇതിൽ ഭയങ്കര വൈബ്. അത് വെച്ചാൽ ഒരു മരുമോള് കയറി വന്നപ്പോൾ ഭയങ്കര വൈബായിട്ടുള്ള ഏത് സമയത്ത് എൻ്റെ മോള് ലൈവ് പോകണമെന്ന് അറിയില്ല, ഒരുങ്ങി നിൽക്കുക. ആ ഒരു ട്രാൻസിഷൻ സിദ്ദിഖിക്കയുടെ ഒരു ആക്ടിങ് ഭയങ്കര രസമാണ്. അത് ഗ്രേറ്റ് ഷെയ്ഡ് ചെയ്താലും എന്താ അച്ഛൻ ഫിഗർ ചെയ്താലും എന്ത് ഫിഗർ ചെയ്താലും ഭയങ്കര രസമാണ്. പെട്ടെന്ന് എനിക്ക് ഒരുപാട് ചിരിക്കാനുള്ള എലമെന്റ് സിദ്ദിഖിക്കയുടെ ആ ഒരു ട്രാൻസിഷനിൽ നിന്ന് വന്ന ബിന്ദു ചേച്ചിയും സിദ്ദിഖിക്കായിട്ടുള്ള ആ ഒരു യൂട്യൂബ് വ്ലോഗിങ് കാര്യങ്ങൾ. മരുമോള് അങ്ങനെ യൂട്യൂബ് ഇൻഫ്ലുവൻസർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എന്റെ മരുമോൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇതില് വീട്ടിൽ ആരും ഇല്ലല്ലോ, അങ്ങനെ ഇല്ല. സോഷ്യൽ മീഡിയ ഇതിലൊന്നുള്ള ആളുകളല്ല, സാധാരണ ആളുകളാണ്. സിദ്ദിഖിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം? അങ്ങനെ തോന്നിയില്ല. ഇതില് ബേബി അങ്ങനത്തെ ആളാണ്. ബേബിയെ സംബന്ധിച്ചിടത്തോളം അയാൾ രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നിട്ടൊന്നും അയാൾക്ക് കിട്ടാത്ത അത്രയും ഒരു എക്സ്പോഷറാണ് അയാൾക്ക് ഈ മരുമോള് വന്നതോടുകൂടി കിട്ടിയത്. പിന്നെ അതിന് മരുമോള് എപ്പോ വിളിച്ചാലും നിൽക്കാണ്. അത്രയും നാലാൾക്കാർ അറിയുന്നു. അതൊക്കെ ഒരു എന്താ പറയാ, യൂട്യൂബ് ചാനൽ വരുമ്പോഴത്തേന് ഇപ്പൊ അങ്ങനത്തെ കുറെ മാറ്റങ്ങളുണ്ട്. ആർക്ക് വേണമെങ്കിലും ഫെയിം കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ. അതെ, സ്റ്റാർ ആണ്, പിറ്റേ ദിവസം സ്റ്റാർ ആണ്. ദിലീപിന് എപ്പോഴെങ്കിലും അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെ വലിയ ആഗ്രഹം മീനാക്ഷി എല്ലാം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. എൻ്റെ പേരിൽ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ. ദിലീപ് എന്ന് പറഞ്ഞിട്ടല്ല, ദിലീപ് കാരണം, ദിലീപിന് വേണ്ടി ഞാൻ കാരണമാണ്. അതാണ് ദിലീപ് പദം എന്ന് പറയുന്ന പലവിധ പരിപാടികൾ ഞാനാണ് അതിൻ്റെ ഒക്കെ തറക്കല്ലിടുന്ന ആള്.
ലീവ് ഉള്ളത് കൊണ്ട് യൂട്യൂബ് ചാനല് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ അതിനൊരു കോമ്പറ്റീഷൻ അവരുടെ നമ്മൾ ഇങ്ങനെ ഉണ്ടല്ലോ ഉണ്ട്. അതെ, നമുക്ക് ചാനലില്ലേലും നമ്മുടെ കണ്ടന്റ് മുഴുവൻ ഞാനാണ്. പിന്നെ ഞാൻ എന്തിനാ വേറെ ഒരു ചാനൽ തുടങ്ങണം? എല്ലാ ദിവസവും വിസിബിൾ ആയതുകൊണ്ട് ഇനി വേറെ ചാനൽ. പിന്നെ ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് കെന്ന ഷോയിൽ ഇവരെല്ലാവരും വന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തോടെ ഒരു ഇന്റർവ്യൂസ് എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ്, ചിരിയാണ്. എന്താ പറയാ, നമുക്ക് ഓൾറെഡി റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞു. ആ ഒരു വിജയത്തോടാണ് നമ്മൾ എല്ലാവരും ഇരുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് ഉയർച്ചകൾ നിങ്ങൾക്ക്, ഓൾറെഡി നിങ്ങളെല്ലാം സക്സസ്ഫുൾ ആണ്, എന്നാലും എല്ലാവിധ സന്തോഷങ്ങളും ഉയർച്ചകളും ദൈവം വാരിക്കോരി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.